ഓം ശാന്തി. ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാൻ ഈ ദേഹമാകുന്ന രഥത്തിൽ സവാരി ചെയ്യുന്ന തേരാളിയാണ്. ഞാൻ ശക്തിശാലി ആത്മാവാണ്. സ്വയം സദാ രഥിയാണെന്ന് വിചാരിച്ച് ഈ രഥത്തെ നടത്തിക്കുന്നു. എന്നാൽ ഞാൻ ഈ രഥത്തിന്റെ വശത്തിലല്ല. രഥം എന്റെ വശത്തിലാണ്. ഞാൻ ആത്മീയ സേനയുടെ മഹാരഥിയാണ്. ആത്മീയ യോദ്ധാവാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. ഞാൻ യുദ്ധസ്ഥലത്ത് ഉപസ്ഥിതമായ ആത്മീയ യോദ്ധാവാണ്. എനിക്കൊരേ ഒരു ലക്ഷ്യമാണ്, മായാജീത്താകണം. 5 വികാരങ്ങളുടെ മേലെ വിജയിക്കണം. ഇപ്പോൾ എൻ്റെ ബുദ്ധിയിൽ സദാ യുദ്ധവും വിജയവുമാണ്. മറ്റു കാര്യങ്ങളൊന്നുമില്ല. സർവ വ്യക്തികളിൽ നിന്നും വൈഭവങ്ങളിൽ നിന്നും ഞാൻ വേറിട്ടിരിക്കുന്നു. സദാ ഈ സ്മൃതിയാണുള്ളത്. ഞാൻ ആത്മീയ യോദ്ധാവാണ്. സദാ ശസ്ത്രധാരിയാണ്. ആലസ്യമില്ല, അലസതയില്ല, ഭയമില്ല. ഞാൻ ആത്മീയ യോദ്ധാവാണ്. യുദ്ധം കൂടാതെ മറ്റൊരു കാര്യവും എൻ്റെ ബുദ്ധിയിലില്ല. എപ്പോൾ ആഗ്രഹിക്കുന്നുവോ ശരീരത്തിന്റെ ആധാരമെടുക്കുന്നു. എപ്പോൾ ആഗ്രഹിക്കുന്നുവോ ശരീരത്തിൽ നിന്നും ഡിറ്റാച്ച് ആകുന്നു. ദേഹബോധത്തിൽ നിന്നും സ്വതന്ത്രമാകുന്നു. പഴയ സ്വഭാവങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും ഞാൻ സ്വതന്ത്രമാകുന്നു. അലൗകിക പരിവാരത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രമാകുന്നു. ബുദ്ധിയുടെ കണക്ഷൻ ഒരു ബാബയോട് ചേർത്തിരിക്കുന്നു. എൻ്റെ ആദ്യത്തെ പ്രതിജ്ഞയാണ്, ഒരു ബാബ, മറ്റാരുമില്ല. ഇപ്പോൾ ആരുടെയും സംബന്ധമോ ആകർഷണമോ ഇല്ല. കേവലം ഈശ്വരീയ സേവാഭാവം മാത്രം. 5 തത്വങ്ങളെയും കണ്ടുകൊണ്ട്, പ്രകൃതിയെയും കണ്ടുകൊണ്ട്, പ്രകൃതിയുടെ വശത്തിലല്ല, പ്രകൃതിയെയും പരിവർത്തനം ചെയ്യുന്നു. ഞാൻ ഭാവിയിലെ സദോ പ്രധാന പ്രകൃതിയുടെ സുഖത്തിന്റെ അധികാരിയാകുന്നു. എന്നിൽ ആസുരീയ സംസ്കാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. സുഖം, ദുഃഖം, മാനം, അപമാനം എല്ലാം ഞാൻ സഹിക്കുന്നു. ദേഹാഭിമാനം കാരണം പരസ്പരം കുറവുകൾ കാണാൻ തുടങ്ങുമ്പോൾ സേവനം തണുത്തുപോകുന്നു. പരസ്പരം ചേർന്നു പോകാത്തതും ദേഹാഭിമാനമാണ്. ഞാൻ ആത്മീയ സൈന്യമാണ്. ആജ്ഞ ലഭിച്ചാൽ ഉടൻ ഹാജരാകുന്നു.
ഓരോ കാര്യത്തിലും കേട്ടില്ലെന്ന് നടിക്കരുത്. എൻ്റെ ആദ്യത്തെ പഠിപ്പാണ് സ്വയം ആത്മാവാണെന്ന് നിശ്ചയിക്കൂ. ദേഹഭാനത്തെ ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയാകൂ. ജ്ഞാനം നൽകുന്നത് ഒരേ ഒരു ബാബയാണ്. സർവരുടെയും സദ്ഗതിദാതാവുമാണ്. ബാബ പറഞ്ഞു തരുന്നു, നിങ്ങൾക്ക് തിരിച്ചു പോകണം. അതിനാൽ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ ജന്മജന്മങ്ങളിലെ പാപമില്ലാതാകുന്നു. 5000 വർഷങ്ങൾക്ക് മുമ്പ് മുഴുവൻ ആത്മാക്കളും ശാന്തിധാമത്തിൽ പാവനമായിരുന്നു. അതാണ് നിർവാണധാമം. പിന്നീട് കലിയുഗത്തിൽ പതിതമാകുന്നു. പതിതത്തിൽ നിന്നും പാവനമാക്കുന്നതിന് ബാബയ്ക്കു മാത്രമേ ജ്ഞാനം നൽകാൻ കഴിയുള്ളൂ. പാവനമായ ലോകം തീർച്ചയായും ഉണ്ടാവുക തന്നെ വേണം. രാജയോഗം പഠിക്കണം. ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. വിഷമിക്കുക, കരയുക എല്ലാം ആസുരീയ സ്വഭാവങ്ങളാണ്. മുഖത്തിൽ നിന്നും സദാ പുഷ്പങ്ങൾ വരണം, മുള്ളുകൾ വരരുത്. ദേഹാഭിമാനം കാരണം പരസ്പരം കുറവുകൾ കാണുന്നു. സ്വയം തന്നിൽ തന്നെ അനേകം കുറവുകൾ ഉണ്ടാകുന്നു. പിന്നീട് സേവനത്തിൽ തണുത്തു പോകുന്നു. ബാബ പറയുന്നു, നിങ്ങളും മിലിറ്ററിയെ പോലെ സേവനം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ബാബ എവിടെ സേവനം ചെയ്യാൻ പറയുന്നുവോ അവിടെ പെട്ടെന്ന് ഹാജരാകണം. അല്ലെങ്കിൽ ബാബയുടെ ഹൃദയത്തിൽ കയറാൻ സാധിക്കില്ല. എല്ലാവർക്കും സന്ദേശം നൽകുന്ന കാര്യത്തിൽ ഞാൻ ബാബയുടെ സഹായിയാണ്. ബാബയുടെ ശ്രീമതമനുസരിക്കുന്നു. കണ്ണുകളെ സിവിലാക്കി മാറ്റുന്നു. കാമത്തിന്റെ മേലെ വിജയം നേടുന്നു. മനുഷ്യരിപ്പോൾ മായയുടെ ലഹരിയിൽ തവിടുപൊടിയായിരിക്കുന്നു. ശ്രീമതം ബാബയുടെ ശ്രേഷ്ഠ മതമാണ്. സദ്ഗതി ദാതാവായ ബാബ ഒരിക്കലും തലതിരിഞ്ഞ മതം നൽകില്ല. ആത്മീയ അച്ഛൻ തന്നെ ഈ ആത്മീയ ജ്ഞാനം ആത്മാക്കൾക്ക് നൽകുന്നു. അച്ഛൻ നോളേജ്ഫുള്ളാണ്. ഞാൻ പവിഴ ബുദ്ധിയാവുകയാണ്. അതിനാൽ കല്ലിനെ പൂജിക്കാൻ കഴിയില്ല. ബാബ പറയുന്നു, നിങ്ങളിൽ ക്രോധമുണ്ടാകരുത്. തീർത്തും മധുരവും ശാന്തവുമായിരിക്കണം. ദേഹാഭിമാനത്തെ മുറിക്കാൻ വളരെയധികം പരിശ്രമിക്കേണ്ടതായി വരുന്നു. എല്ലാവർക്കും മുക്തി, ജീവൻ മുക്തിയിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം. ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കണം. ഒരിക്കലും ക്രോധിക്കരുത്. കണ്ണുകളെ നിർവികാരിയാക്കി മാറ്റണം. ബാബ നൽകുന്ന ആജ്ഞകൾ ഉടനെ തന്നെ അനുസരിക്കണം. മുഴുവൻ വിശ്വത്തെയും പതിതത്തിൽ നിന്നും പാവനമാക്കുന്ന സേവ ചെയ്യണം. വലയം ചെയ്യണം.
ബാബയുടെ ഓർമ്മയിലൂടെ അസന്തുഷ്ടതയുടെ പരിതസ്ഥിതിയിലും സദാ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭൂതി ചെയ്യുന്നു. ഞാൻ മഹാവീരനാകുന്നു. എന്ത് സംഭവിച്ചാലും ഒന്നും പുതിയതല്ല. ബാബയുടെ സ്മൃതിയിലൂടെ സദാ ഏകരസസ്ഥിതിയിലിരിക്കുന്നു. ദുഃഖ അശാന്തിയുടെ അലകൾ പോലും ഉണ്ടാകില്ല. തൻ്റെ ദൈവിക സ്വഭാവം സദാ സ്മൃതിയിലുണ്ടെങ്കിൽ ഏതൊരു വ്യർത്ഥവും ദൃഷ്ടിയിൽ വരില്ല. സൈലൻസിന്റെ ശക്തിയുടെ ആധാരവും ലൈറ്റാണ്. അവിനാശി പരമാത്മാ ലൈറ്റ്, ആത്മീയ ലൈറ്റ്, ഒപ്പം പ്രാക്ടിക്കൽ സ്ഥിതിയുടെ ലൈറ്റും പ്രയോഗിക്കണം. ഓം ശാന്തി.